അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്ത സമയമാണല്ലോ രാത്രി സമയം. എത്രയോ മഹാന്മാരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ രാത്രി മുഴുവനും റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്ത, എല്ലാ സമയത്തും ഖുർആൻ ഓതുക, അല്ലെങ്കിൽ നിസ്കരിക്കുക, അല്ലെങ്കിൽ ദുആവുമായിട്ട് ഇങ്ങനെ രാത്രി സമയം പൂർണ്ണമായി ഉപയോഗിച്ച എത്രയോ മഹാന്മാരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ആയെങ്കിലും ആ രാത്രി സമയമൊന്നും കുറച്ച് ഇബാദത്തുകളെ കൊണ്ടെങ്കിലും നാം റബ്ബിലേക്ക് മടങ്ങേണ്ടിയിരിക്കുന്നു. കാരണം അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട ഒരു സമയം കൂടിയാണ് രാത്രി സമയം. മഹാന്മാരൊക്കെ രാത്രി സമയം ഇബാദത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം അതേ, ആ സമയത്ത് ആരുടെ ശല്യമുണ്ടാവില്ല. പിന്നെ ഇബാദത്തിൽ കിബറോ റിയാओ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇബാദത്ത് ചെയ്യുന്ന ആൾക്കും റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ നോക്കിയാൽ പല മഹത്വങ്ങൾ രാത്രിയുടെ ഇബാദത്തുകൾക്കുണ്ട്. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ചില ഇബാദത്തുകളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ രാത്രി സമയത്ത് ഉണ്ടാകേണ്ടതാണ്. രാത്രി സമയത്ത് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇബാദത്തുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത്തത് മഹാന്മാർ പറയുന്നു, അൽ വിത്ർ. വിത്ർ നിസ്കാരമാണ്. വിത്ർ നിസ്കാരമാണ് രാത്രി സമയത്തുള്ള വളരെ പ്രധാനമേറിയ ഒരു സുന്നത്താണല്ലോ വിത്ർ നിസ്കാരം. ഫർദ് നിസ്കാരവും ഇശാ നിസ്കാരം ഉണ്ടാകും, ഇശാൻ്റെ ശേഷമുള്ള സുന്നസ്കാരമൊക്കെ ഉണ്ടാകും. അതോടുകൂടെ വളരെ നിർബന്ധത്തോടുകൂടെ ഒരു ദിവസം പോലും നഷ്ടപ്പെടാതെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 റക്അത്ത് എല്ലാ ദിവസം വിത്ർ നിസ്കരിക്കുന്നവരാകണം. അത് 11 വരെ നിസ്കരിക്കുന്നവരൊക്കെയുണ്ട്. അത് വലിയൊരു ഫളലാണ്, വലിയൊരു തൗഫീഖാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 റക്അത്തെങ്കിലും എല്ലാ ദിവസം വിത്ർ നിസ്കരിക്കണം. വിത്ർ നിസ്കരിക്കുന്നവനെ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. അതാണ് ഒന്നാമത്തെ. രണ്ടാമതായി മഹാന്മാർ പറയുന്നത് അന്നൗമു അലാ ത്വഹാറത്തി. ഉറങ്ങുന്ന സമയത്ത് ശുദ്ധിയോടുകൂടെ ഉദുവോടുകൂടെ ഉറങ്ങുക എന്നുള്ളത്. ഉദു ഇല്ലാതെ നാം ഒരിക്കലും പോലും കിടന്നുറങ്ങരുത്. നാം രാത്രി ഒരു ഇബാദത്തും ചെയ്തിട്ടില്ലെങ്കിൽ ഇതെങ്കിലും നാം ചെയ്യണം. കിടന്നുറങ്ങുന്ന സമയത്ത് ഏതായാലും ഒരു ബാത്റൂമിൽ പോകലുണ്ടാകും. ആ വരുന്ന സമയത്തൊന്ന് ഉദു എടുത്ത് വരിക. അങ്ങനെ ഉദുവോടുകൂടെ കിടന്നുറങ്ങിയാൽ ആ കിടത്തമൊക്കെ അത് ഇബാദത്താവുകയാണ്. അപ്പം അങ്ങനെങ്കിലും നമുക്ക് ചെയ്യാൻ നോക്കണം. വളരെ മഹത്വമേറിയ ഒരു വിഷയമാണ്. അങ്ങനെ ശുദ്ധിയോടുകൂടെ ഉദുവോടുകൂടെ കിടന്നുറങ്ങുന്ന മോമിനിക്ക് സുബ്ഹി വരെ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മലക്കിന് ഏൽപ്പിക്കുമെന്നും ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. അതൊന്നും വെറുതെ അല്ലല്ലോ, മുത്തുനബിയല്ലേ പഠിപ്പിച്ചത്. അതെ, ആ തുഹൂറോടുകൂടെ ശുദ്ധിയോടുകൂടെ ഉദുവോടുകൂടെ ഒരു മോമിൻ കിടന്നുറങ്ങുമ്പോൾ ഒരു മലായിക്കനെ അല്ലാഹു ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നും ഉദുവോടുകൂടെ നാം കിടന്നൊരുങ്ങുന്നവരാകണം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഖിറാഅത്തു ആയത്തുൽ കുർസി. അതേ, രാത്രി എപ്പോഴും കിടന്നുറങ്ങുന്ന സമയത്ത് ധാരാളം ദിക്റുകളൊക്കെ മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ധാരാളം നാം ചൊല്ലി ഉറങ്ങുന്നവരായിരിക്കാം. ഒരിക്കലും പോലും മറന്നു പോകാത്ത, ഒരിക്കലും പോലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ആയത്തുൽ കുർസി ഓതിക്കിടക്കുക എന്നുള്ളത്. അങ്ങനെ ഓതിക്കിടന്നാൽ അവൻ്റെ അടുക്കൽ ഒരിക്കലും പോലും സുബ്ഹി വരെ ശൈത്താൻ അടുക്കുകയില്ല എന്നും മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. അപ്പോൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ഇബാദത്താണ് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുക എന്നുള്ളത്. നാലാമത്തൊരു കാര്യമാണ് അതേ ഖിറാഅത്തു സൂറത്തു മുൽക്ക്. അതേ, സൂറത്തുൽ മുൽക്ക് തബാറക സൂറത്ത് ഓതി കിടന്നുറങ്ങുക എന്നുള്ളത്. രാത്രി സമയത്ത്
തബാറക്ക് സൂറത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ളൊരു വിഷയമാണ്. മുത്തുനബി നമ്മെ എത്രമാത്രം പ്രേരിപ്പിച്ച ഒരു വിഷയമാണ്. തബാറക്ക് സൂറത്ത് ഓതുന്ന ആൾക്കുള്ള പ്രതിഫലം എന്താണെന്ന് പറഞ്ഞാൽ, അത് ദായിമയാക്കിയാൽ നാളെ നാം മരണപ്പെട്ടാൽ ഖബറിൽ എത്തുമ്പോൾ അവിടെ എങ്ങാനും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാൽ അവിടെ തബാറക്ക് സൂറത്ത് നമ്മെ രക്ഷപ്പെടുത്തുമെന്നതിന് എത്രയോ ഉദാഹരണങ്ങൾ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെ കാണുക. ഒരിക്കലും പോലും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത സൂറത്താണ് രാത്രി സമയത്ത് തബാറക്ക മുൽക്ക് സൂറത്ത് ഓതുക എന്നുള്ളത്. ഇങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ചില നല്ല ഇബാദത്തുകൾ എന്നും ഉണ്ടാവട്ടെ. മഹാന്മാരൊക്കെ ധാരാളം ഇബാദത്ത് ചെയ്തതല്ലേ, ഇതിനൊന്നും കൂടുതൽ സമയമൊന്നും വേണ്ടതില്ലല്ലോ. കുറച്ചെങ്കിലും എല്ലാ ദിവസം രാത്രി ഉപയോഗിക്കുക. അല്ലാഹുവിന് വേണ്ടി വലിയ മഹത്വമുണ്ടാകും, ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.